നമുക്ക് ഇനി തീർക്കാനുള്ളത് ഇതെല്ലാം കഴിഞ്ഞിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ. ഒരു കാറ് ഒരു സ്ട്രെയിറ്റ് ഹൈവേയിൽ മൂവ് ചെയ്യാണ്. എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് എത്രയാണ്? 126 km/h ആണ്. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. അപ്പം ആ കാർ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡാണ് ഇവിടെ തന്നിരിക്കുന്നത്, യു ആണ്. അപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് യു ആണ്, 126 km/h. അങ്ങനെ കാർ അങ്ങനെ പോയി അപ്പോൾ പോകുന്ന സ്പീഡാണ് 126. അങ്ങനെ അതെന്ത് ചെയ്യാണ്? എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. അപ്പോൾ അത് 200 മീറ്ററിൽ എന്ത് ചെയ്തു? ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനെ നിർത്തി. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ദെൻ വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? കാറിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യും. എത്രയാണ് ചേഞ്ച് ചെയ്യുന്നത്? സ്പീഡ് ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ, അതിൻ്റെ ഓപ്പോസിറ്റാണ് റിട്ടാർഡേഷൻ. വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കുറഞ്ഞ് 0 ആവും. അപ്പോൾ ആ കേസിൽ ആക്സിലറേഷന് പകരം റിട്ടാർഡേഷൻ എന്നാണ് പറയുക. അപ്പം ഈ കാര്യം മനസ്സിലായെങ്കിൽ അതിനകത്ത് തംസപ്പ് അടിക്കൂ. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് 126 km/h ആണെന്നും ഫൈനലി വണ്ടി സ്റ്റോപ്പ് ആകുമെന്നും സ്റ്റോപ്പ് ആകുന്നതിന് മുന്നേ വണ്ടി സഞ്ചരിക്കുന്നത് 200 മീറ്റർ ആണെന്നും ഒക്കെ മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. അപ്പം ഞാൻ ഇത് ഒന്നുകൂടി, ഇത് ഒരു കാറ് ഒരു ഹൈവേയിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീങ്ങുന്ന സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, അതാണ് ആദ്യത്തെ സ്പീഡ് 126 km/h. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ/സെക്കൻഡിലോട്ട് മാറും. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് 35 മീറ്റർ/സെക്കൻഡ്. ഇനി വണ്ടിയുടെ ഇനീഷ്യൽ സ്പീഡ് കഴിഞ്ഞ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. വണ്ടി അങ്ങനെ അതിൽ പോയി, വണ്ടി പിന്നെ സ്പീഡ് കുറഞ്ഞ് വന്ന് സ്പീഡ് 0 ആകും. ഫൈനൽ സ്പീഡ് 0. അപ്പം ചോദിച്ചിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് തന്നു, 200 മീറ്റർ ആണ് വണ്ടി സഞ്ചരിക്കുന്നത്. അങ്ങനെ 200 മീറ്ററിനുള്ളിൽ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പം നമുക്ക് തന്ന ഡാറ്റ ഇവിടെ ചോദിച്ചത് ആക്സിലറേഷൻ ആണ്, അപ്പം അത് റിട്ടാർഡേഷൻ ആണ്, അപ്പം -a ആണ് വരിക. അപ്പോൾ ഇതിൽ തന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് എപ്പോഴും പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുണ്ടാവുക. അപ്പം നമ്മളത് ലോജിക്ക് വെച്ചിട്ട് നമ്മൾ നോക്കണം. v² = u² + 2as, s = ut + ½ at². ഇതാണ് പ്രോബ്ലം ചെയ്യാനുള്ള 3 ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ. വണ്ടിയുടെ ഏത് പ്രോബ്ലവും പിന്നെ ബോൾ എറിയുന്ന അത്തരം പ്രോബ്ലംസ് ഒക്കെ. അപ്പം നമ്മൾ നോക്കുക, ഏതെങ്കിലും എല്ലാ വാല്യൂസും നമുക്ക് തന്നിരിക്കണം, ഒന്ന് മാത്രമേ തരാതിരിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്കറിയാം ഇവിടെ v0 തന്നിട്ടുണ്ട്, u 126, അതിനകത്ത് നമ്മൾ 35 എന്നാക്കി. പിന്നെ അവിടെ s തന്നിട്ടുണ്ട് 200. അപ്പം a മാത്രം തരാത്തത് ബാക്കി. അപ്പം ഇതാണ് ഇക്വേഷൻ, എല്ലാം ഉണ്ട്, a മാത്രം ചോദിച്ചു. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം മറ്റേത് ടൈം തന്നിട്ടില്ല, a തന്നിട്ടില്ല. അപ്പം 2 വാല്യൂസ് തരാതിരുന്നാൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനകത്ത് നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പറയുവാനുള്ളത്, അപ്പം ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇനി v² = u² + 2as നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മളിവിടെ ആക്സിലറേഷന് വണ്ടി സ്റ്റോപ്പ് ആവുന്ന കേസിൽ v² = u² - 2as ആണ് വരിക. കാരണം ആക്സിലറേഷൻ അവിടെ നെഗറ്റീവ് ആകുന്നുണ്ട്. അപ്പം ഇതുവരെ മനസ്സിലായവർ അതിനകത്ത് തംസപ്പ് അടിക്കൂ. അപ്പം v² ഫൈനലി 0 വരും. v² എന്ന് പറഞ്ഞാൽ വണ്ടി നിൽക്കുന്നത് ഫൈനലി സ്പീഡ് 0 ആണ്. തുടക്കത്തിൽ വണ്ടിയുടെ സ്പീഡ് 35 ആണ്. u², അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണം. 0ൻ്റെ സ്ക്വയർ 0 തന്നെയാണ്. -2 ആക്സിലറേഷൻ ആണ് ചോദിച്ചത്. ഡിസ്റ്റൻസ് 200 മീറ്റർ ആണ് തന്നത്. അപ്പം ഇനി ഇതിനകത്ത് 0 = 1200. നമുക്ക് എന്താണ് വരുന്നത്? 1200 35 × 35 എന്താണ് വരുന്നത്? ഒരു മിനിറ്റ്. 35 × 35 1225 -2 × 200 400 എന്ന് വരും. 400 പിന്നെ അവിടെ a ഉണ്ട്. ഈ 400a നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 0 + 400a എന്നാവും. -400a ഇപ്പുറത്തെ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സൈന് മാറും. = അവിടെ 1225 ഉണ്ട്. ഇനി a ആണ് വേണ്ടത്. അപ്പം 400 × 0+ എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയോട് 0 കൂട്ടിയാൽ മാറ്റം വരില്ല. അപ്പം 400 × a എന്നാണ്. അപ്പം നമ്മൾ 1225 അല്ലേ, a ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്. ഇവിടെ a ആണ്, ഇങ്ങോട്ടേക്ക് എഴുതാം. a ആണ് നമുക്ക് വേണ്ടത്. a എങ്ങനെയാണ് കിട്ടുക?
1225 നമ്മൾ 400 ഇൻറ്റു എ അല്ലേ, 400നെ മാറ്റുമ്പോൾ അടിയിലോട്ട് പോകും 400. അപ്പം നമുക്ക് കൃത്യമായ ആൻസർ ഇവിടെ വരുന്നു. എത്രയാണ്? 1225/400 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1225 3.06. അപ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? 3 പോയിന്റ്. അത് മൈനസ് ആയിരിക്കും റിട്ടാർഡേഷൻ ആയതുകൊണ്ട്. അപ്പോൾ 3.06, ഒരു സീറോ ഉള്ളൂ. 3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എഴുതേണ്ടത്. അപ്പം നിങ്ങൾ അതിനകത്ത് ഇത് 2025 റീസെന്റ് എക്സാമിന് ചോദിച്ചതാട്ടോ. കഴിഞ്ഞ വർഷത്തെ നിങ്ങളെ പബ്ലിക്, നിങ്ങളുടെ ജൂനിയേഴ്സിന്റെ നിങ്ങൾ എഴുതിയ ഇംപ്രൂവ്മെന്റിന്റെ ഒക്കെ എക്സാം ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, സോ ദിസ് വിൽ ബി ദിസ് ദാറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഓക്കെ ആണെങ്കിൽ തംസപ്പ് അടിക്കൂ, ഓക്കെ ആണെങ്കിൽ തംസപ്പ് അടിക്കൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഇതാണ് ഇതിനകത്ത് ആൻസർ. ഓക്കെ, അപ്പം അതിനകത്ത് ശരി. അപ്പം ഇത് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ തംസപ്പ് അടിക്കൂ. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോകാമെന്നാണെങ്കിൽ, അത് വണ്ടി സ്റ്റോപ്പ് ആവുന്ന കേസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ എന്ന് ചോദിച്ചാൽ തന്നെ വണ്ടി സ്റ്റോപ്പ് ആവുന്നതാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടി പോവുക. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞ് വണ്ടി നിൽക്കുക. അപ്പോഴാണ് റിട്ടാർഡേഷൻ. മനസ്സിലായോ? അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു പോവുകയാണെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ആവുന്ന കേസിലാണ് റിട്ടാർഡേഷന്. വണ്ടിയുടെ സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ ആക്സിലറേഷനാണ് ആ വണ്ടിക്കുള്ളത്. വണ്ടി സ്റ്റോപ്പായി സ്പീഡ് കുറഞ്ഞ് വന്ന് വണ്ടി സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ വണ്ടിക്ക് റിട്ടാർഡേഷനാണുള്ളത്. സ്പീഡ് കുറഞ്ഞതിനെ റിട്ടാർഡേഷൻ എന്നും സ്പീഡ് കൂടി പോകുന്നതിന് ആക്സിലറേഷൻ എന്നും പറയും. ഇപ്പോൾ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ, ഒരു ഹൈവേയിലൂടെ മൂവ് ചെയ്യുന്ന കാർ വിത്ത് സ്പീഡ് 126 കിലോമീറ്റർ ആണ്. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്, നിർത്തി എന്ന് പറയുന്നുണ്ട് 200 മീറ്ററിൽ. സോ വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ? അപ്പോൾ അവിടെ ആക്സിലറേഷൻ അല്ല, സ്പീഡ് കുറഞ്ഞു വരുന്ന കേസിൽ റിട്ടാർഡേഷൻ ആണ്. അവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസിൽ -a എന്നാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ദെൻ ദിസ് ഈസ് എല്ലാം നമ്മൾ ചെയ്തതാണ്. ഇതെല്ലാം 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 നമ്മൾ ചെയ്തതാണ്. ഇതും ദെൻ ഏരിയ അണ്ടർ വെലോസിറ്റി, ഷോ ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ഗ്രാഫ് നമ്മൾ ചെയ്തതാണ്. ഇതും നമ്മൾ ചെയ്തതാണ്. ഇല്ല, ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നു. അപ്പം വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നാൽ എങ്ങനെയാണ് ഇതിൽ നിന്നും ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണുകയും വേണം. അപ്പം നിങ്ങൾ ഇതിപ്പം ജൂൺ 2022 ചോദിച്ചതാണ്. അപ്പോൾ വസ്തു സഞ്ചരിക്കുന്ന ദൂരം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? ഈ ഒരു ഗ്രാഫ്, ഇത് ദൂരമാണ്. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫ് തന്നാൽ അതിൻ്റെ ചെരിവ് എന്താണ്? നമ്മൾ സവിത എന്ന് പഠിച്ചിട്ടുണ്ട്. ചെരിവാണ് വെലോസിറ്റി. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കാണണം. അപ്പോൾ സ്ലോപ്പ് എങ്ങനെ കാണും? സ്ലോപ്പ് കാണാൻ ആദ്യം വൈയിലെ ചേഞ്ച് എടുക്കണം. ഡിവൈഡഡ് ബൈ എക്സിലെ ചേഞ്ച് ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയിലെ ചേഞ്ച്. അതായത് വൈയിൽ ഫൈനൽ വാല്യൂ എത്രയാണ്? വൈയിൽ ഇതാ ഈ വണ്ടി പോയി വൈയിലെ ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കുക. അതിൻ്റെ സ്ലോപ്പ് എന്താണ്? ഫസ്റ്റ് 3 സെക്കൻഡ് വരെ അതിൻ്റെ സ്ലോപ്പ് വരുന്നത് വൈയിലെ വാല്യൂ 6 ആണ്. മൈനസ് അതിൻ്റെ തുടക്കത്തിലെ വൈ വാല്യൂ എന്താണ്? 0 ആണ്. തുടക്കത്തിലെ വൈ വാല്യൂ 0 ആണ്. പിന്നെ വൈ വാല്യൂ 6 ആണ് വരുന്നത്. അപ്പോൾ 6 - 0. എക്സിലെ ചേഞ്ച് എന്താ? എക്സിൽ ഫൈനലി 3 ആണ്. എക്സിൽ വണ്ടി ഇവിടെ എത്തിയപ്പം 3 ആണ്. പിന്നെ 0 ആണ്. അപ്പം അതിൻ്റെ ആ ഒരു ഫസ്റ്റ് കേസിൽ ചെരിവ് വരുന്നത് എത്രയാണ്? 6/3 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് അത് ഒരേപോലെയാണ്. 2 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. വെലോസിറ്റിയാണ് സ്ലോപ്പ്. അപ്പം നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാലും മനസ്സിലാവും. ഒരു സെക്കൻഡിൽ 2 മീറ്റർ ആണ്. കണ്ടോ ദൂരം? രണ്ടാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ ആണ്. അപ്പോൾ അതായത് ഓരോ സെക്കൻഡിലും എത്രയാണ്? 2 മീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 2 മീറ്റർ. അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി 3 സെക്കൻഡിൽ അപ്പോൾ എത്രയാവും? 6 മീറ്റർ ആവും. അപ്പോൾ ഒരേ സ്പീഡിലാണ്. അപ്പോൾ സ്പീഡ് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തംസപ്പ് അടിക്കൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തംസപ്പ് അടിക്കൂ. നിങ്ങൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞാൽ നിങ്ങൾ ചെരിവാണ് കാണേണ്ടത്. അപ്പോൾ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിൻ്റെ ചെരിവ് ഇതാ ഈ ചെരിവ് കാണാൻ നിങ്ങൾ ആ ചെരിവിലെ ഉയർന്ന വൈ പോയിന്റ് കാണണം. വൈ പോയിന്റ് നോക്കുമ്പോൾ ഇതാ അവിടെ 6 ഉയരത്തിൽ കറസ്പോണ്ടിങ് ആയതിന് നേരെയുള്ള വൈ പോയിന്റ് എഴുതി വെക്കുക 6. അപ്പം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ പോയിന്റ്. അത് വൈ പോയിന്റ് 6 ആണ്. അതിൻ്റെ ഫൈനലി വൈ പോയിന്റ് തുടക്കത്തിലുള്ള വൈ പോയിന്റ് നോക്കുക. തുടക്കത്തിൽ ഇവിടെയാണ്. അവിടെ എക്സും വൈ ഒക്കെ 0 ആണ്. അപ്പോൾ വൈ അവിടെ 0 ആണ്. ഇനി ടൈം, ഇനി നമുക്ക് വൈയിലെ വാല്യൂ അപ്പോൾ നമ്മൾ കിട്ടി. വൈയിലെ വാല്യൂ നമുക്ക് കിട്ടി. വൈ വാല്യൂ 0യും ഫൈനലി 6ഉം ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 6 - 0 ആണ്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇനി എക്സിലെ ചേഞ്ച് നോക്കുക. വണ്ടി ഇവിടെ ആ വസ്തുവിൻ്റെ തുടക്കത്തിൽ എക്സ് 0 ആണ്, പിന്നെ എക്സ് 3 ആണ്. അപ്പോൾ ഫൈനൽ എക്സ് എന്താണ്? 3 ആണ്. പിന്നെ തുടങ്ങുമ്പോൾ എക്സ് എന്താണ്? 0 ആണ്. അപ്പം 6 - 0 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം വെലോസിറ്റി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി അതിൻ്റെ സ്പീഡാണ് 2 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായെങ്കിൽ തംസപ്പ് അടിക്കൂ. ചെരിവ് കാണുന്നത് എങ്ങനെയാണ്? ചെരിവ് കണ്ടാലാണ് വെലോസിറ്റി എന്ന് മനസ്സിലായെങ്കിൽ. അപ്പം ചെരിവ് കാണുന്നത് വൈയിലെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയണം. അപ്പം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ തംസ് ഡൗൺ അടിക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം സ്ലോപ്പാണ് കാണേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. കാരണം ഇതിന്നിപ്പോൾ വെലോസിറ്റി സ്ലോപ്പാന്നൊന്നും പറയില്ല. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് നെക്സ്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സ്ലോപ്പാണ് കാണേണ്ടത്. നമുക്ക് കാരണം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് കണ്ടു. ആ ഒരു സെക്ഷനിൽ നമുക്കറിയാം ഫസ്റ്റ് 3 സെക്കൻഡ് അതിൻ്റെ സ്ലോപ്പ് എന്താണ്? 3 2 ആണ്. അപ്പോൾ നമുക്ക് 6/3 കിട്ടിയല്ലോ. അപ്പം ഫസ്റ്റ് 3 സെക്കൻഡ് വരെ അതിൻ്റെ സ്പീഡ് എന്താണ്? 2ലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്കെയിലിൽ 0 1 2 മാർക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ 3 സെക്കൻഡ് 1 1 2 3. അപ്പോഴൊക്കെ അതിൻ്റെ സ്പീഡ് 2 ആണ്. 2 തന്നെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ വി ടി ഗ്രാഫ്. വെലോസിറ്റി എന്താണ്? ഫസ്റ്റത്തെ 3 സെക്കൻഡിലും 2 ആണ്. ഇനി അടുത്ത സെക്കൻഡിൽ നമുക്ക് നോക്കണം. അടുത്ത സെക്കൻഡിൽ സ്പീഡ് എന്താവുന്നത്? സ്ലോപ്പ് മാറുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്ലോപ്പ് എടുക്കുക. അടുത്ത സെക്കൻഡിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ വൈ വാല്യൂ കാണുന്നത്. ഇതാണല്ലോ സ്ലോപ്പ് ചെരിവ്. ഇതിൻ്റെ വൈയിലെ വാല്യൂസ് കാണണം. ഫൈനൽ വാല്യൂ എന്താ? വൈയിലെ വാല്യൂ എക്സിലേ ഉള്ളൂ. ഫൈനൽ വൈയിലെ വാല്യൂ ഇങ്ങനെ വൈയിലോട്ട് നീട്ടുക. ആ പോയിന്റ് 0 ആണ്. ഫൈനലി വൈയിലെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി ഈ തുടക്കത്തിലെ വൈയിലെ വാല്യൂ എന്താ നോക്കുക. തുടക്കത്തിലെ വൈയിലെ വാല്യൂ ഇതാ വൈയിലോട്ട് നീട്ടുക. പോയിന്റ് 6 ആണ്. അപ്പോൾ 0 - 6 ബൈ. ഇനി അടുത്ത എക്സിലെ ചേഞ്ച് നോക്കുക. ഫൈനലി എക്സിൽ എന്താണ്? ഫൈനലി ഇവിടെ വന്ന് വസ്തു നിൽക്കുന്ന എക്സിൽ എത്രയാ? 5 ആണ്. അപ്പോൾ ഫൈനലി 5 ആണ്. ഇനീഷ്യലി എത്രയാ? തുടങ്ങുമ്പോൾ എക്സിലോട്ട് നീട്ടുക. ആ പോയിന്റ് എക്സിലോട്ട് നീട്ടുമ്പോൾ 3 ആണ്. അപ്പം -6/5 - 3 എന്ന് വരും. -0 - 6 എന്ന് പറഞ്ഞാൽ -6 ആണ്. 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം -6/2 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 ആണ്. നേരത്തേത് 6/3 2 ആയിരുന്നു. ഇപ്പം വന്നിരിക്കുന്നത് 3 - 5ലേക്കാണ്. അതെ. അപ്പം 3 to 5 അതിൻ്റെ വേഗത എത്രയാണ് വരുന്നതെന്ന് അറിയാം? -3. അപ്പം ഗ്രാഫ് -3ലോട്ട് വരയ്ക്കണം. അപ്പം 3 മുതൽ 5 വരെ -0 - 1 -2 -3. അപ്പം ഇവിടെ ഇങ്ങനെയാണ് ആ ഗ്രാഫ്. 3 കഴിഞ്ഞിട്ടുള്ള സമയത്ത് പിന്നെ ഇതാണ് അതിൻ്റെ സ്ലോപ്പ്. ഇത് റഫ്ലി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തംസപ്പ് അടിക്കൂ. ഞാൻ ഒന്നുകൂടി വലുതാക്കി. അപ്പം ഫസ്റ്റത്തെ സ്ലോപ്പ് എടുക്കുമ്പോൾ ചെരിവ് എങ്ങനെയാണ് എടുക്കുക? അതിലെ പോയിന്റുകൾ നോക്കുക. ഫൈനൽ പോയിന്റ് ഇതാണ്. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് വൈ നോക്കുക. 6 ആണ്. അപ്പം വൈയിലെ ചേഞ്ച് y2 - y1 x2 - x1 ആണ് സ്ലോപ്പ്. അപ്പോൾ വൈയിലെ ഫൈനൽ y ഫൈനൽ - y ഇനീഷ്യൽ. അപ്പം അങ്ങനെയും പറയാം. അപ്പോൾ y ഫൈനൽ എത്രയാണ്? 6 ആണ്. ഇനി തുടക്കത്തിലെ വൈയിലെ പോയിന്റ് നോക്കുക. അത് വൈയും എക്സും ഒക്കെ 0 തന്നെയാണ്. ഓക്കെ. ഇനി എക്സിലെ ഫൈനൽ പോയിന്റ് എക്സിലെ ഫൈനൽ പോയിന്റ്, അതായത് വണ്ടി ഇവിടെ അല്ലേ ഫൈനൽ. അപ്പം അതിന് കറസ്പോണ്ടിങ് എക്സ് നോക്കുക. എക്സ് 3 ആണ്. ഇനി ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഇനീഷ്യലി എക്സിൽ ഏതാണ്? 0 ആണ്. അപ്പം ഇതിൻ്റെ സ്ലോപ്പ് 6/3 2 ആണ്. അപ്പോൾ സ്ലോപ്പാണ് വെലോസിറ്റി. വെലോസിറ്റി എത്രയാണ്?
വെലോസിറ്റി ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്ലോപ്പ് മനസ്സിലായവർ അതിനകത്ത് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്കിവിടെ വി ടി ഗ്രാഫ് വരയ്ക്കാം. അപ്പം നമുക്കറിയാം ഫസ്റ്റ് 3 സെക്കൻഡിലും വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ തന്നെയാണ്. 2 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ 0 സ്കെയിലിൽ കറക്റ്റ് 1 2 സ്കെയിലിൽ അളന്നിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റത്തെ 1ലും 2 തന്നെ, അവിടെയും 1 2 മാർക്ക് ചെയ്യുക. ഇവിടെ 2. അപ്പം ഇവിടെ ഈ ഫസ്റ്റ് സെക്കൻഡിലും 2 തന്നെയാണ്. പിന്നെ അടുത്ത സെക്കൻഡിലും 2 തന്നെയാണ്. അടുത്ത സെക്കൻഡിലും 2 തന്നെയാണ്. ചെരിവ് വണ്ടി കവർ ചെയ്യുന്നത് ഈക്വൽ ഓരോ സെക്കൻഡിലും 2 മീറ്റർ തന്നെയാണ്. അപ്പം 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇത് മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. എനിവേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്ലോപ്പ് കാണാം. അടുത്തത് 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ. ഇവിടെ വണ്ടി കവർ ചെയ്യുന്ന ദൂരം കുറഞ്ഞ് വരികയാണെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് അതിനകത്ത് ദൂരം എന്ത് ചെയ്യാണ്? ദൂരം അത് തിരിച്ച് വണ്ടി ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ ദൂരം ഡിസ്പ്ലേസ്മെന്റ് ടൈം, ക്വസ്റ്റ്യൻ ടൈം ഗ്രാഫ് അതെ. അപ്പം അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതിനകത്ത് കുറഞ്ഞ് വന്ന് 0 ആവുകയാണ്. അപ്പം അതിനകത്ത് നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമുക്ക് ഇനി ഈ സ്ലോപ്പ് കാണണം. അപ്പം ഈ സ്ലോപ്പ് കാണണം. അപ്പം അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണുക? ആ ഭാഗത്തേക്കുള്ള സ്ലോപ്പ് കാണുമ്പം അത് നമ്മൾ സ്ലോപ്പ് കാണുന്ന ഇതെടുക്കുക. സ്ലോപ്പ് ഇവിടെ എഴുതുന്നുണ്ട് സ്ലോപ്പ്. അപ്പം ആ സെഗ്മെന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വൈ വാല്യൂ, വൈ ഫൈനൽ മൈനസ് വൈ ഇനീഷ്യൽ ആണല്ലോ. അപ്പോൾ അതിനെ y2 എന്ന് പറയാറുണ്ട്, y1 അങ്ങനെ പറയാറില്ലെങ്കിൽ വൈ ഫൈനൽ മൈനസ് വൈ ഇനീഷ്യൽ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. അപ്പോൾ വൈ ഫൈനൽ എന്ന് പറഞ്ഞാൽ അത് പോയി നിൽക്കുന്ന ഫൈനൽ സ്ഥലം നോക്കുക. ഇപ്പോൾ ഫൈനൽ ഇപ്പോൾ ഇവിടെയാണ്. അതിൻ്റെ വൈ വാല്യൂ നോക്കുക, വൈക്ക് നീട്ടി നോക്കുക. വൈക്ക് നീട്ടുമ്പോൾ 0 ആണ്. അപ്പോൾ വൈ ഫൈനൽ എന്താണ്? വൈ ഫൈനൽ ഈസ് ഈക്വൽ ടു 0. ഇനി വൈ ഇനീഷ്യൽ തുടങ്ങുമ്പോൾ അതിൻ്റെ വൈ ഈ സെഗ്മെന്റിൽ ഈ ഭാഗത്ത് തുടങ്ങുമ്പോൾ ഇവിടെയല്ലേ. അപ്പോൾ അതിലെ വൈ വാല്യൂ എന്താ? വൈയിലേക്ക് നീക്കി നോക്കുക 6 മൈനസ് എക്സ് ഫൈനലി അത് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാം. അവിടുത്തെ എക്സ് എന്താ? 5 ആണ്. ഇനി തുടക്കത്തിൽ എക്സ് ഇനീഷ്യൽ, തുടക്കത്തിൽ ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയത്. ഇവിടുത്തെ എക്സ് എന്താ? എക്സിലോട്ട് നീട്ടി നോക്കുക 3 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് -6ഉം 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം -3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്താണ്? -3 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് മനസ്സിലായി. അടുത്ത 3 മുതൽ 5 വരെ. അപ്പം നമ്മൾ അടുത്ത സെഗ്മെന്റ് 3 കഴിഞ്ഞാൽ പിന്നെ 4 കഴിഞ്ഞാൽ 5. ഇത് സ്കെയിൽ വരച്ചിട്ട് കറക്റ്റ് സ്പേസ് ഇട്ട് ഒരേപോലെ വരക്കണം കേട്ടോ. അപ്പം 4ലും 5ലും എന്താണ്? -3 ആണ്. അപ്പോൾ ഇവിടെ 1 -1 -2 -3 ആണ്. അപ്പം 4ലും -3 ആണ്, 5ലും -3 ആണ്. അപ്പം -3 ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വെലോസിറ്റി വി ടി ഗ്രാഫ് വരുന്നത്. അപ്പം ഈ ഗ്രാഫ് അതിനകത്ത് മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. ഇതാണ് അതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം ഇത് എഴുതൂ. നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് ഇവിടുന്നാണ് ഞാൻ ഓർഡർ പറയുന്നത്. ഇതാണ് ഫസ്റ്റ് എഴുതേണ്ടത്, ഈ ഭാഗം. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് വരെ എഴുതുക. പിന്നെ രണ്ടാമത്തെ ഭാഗം ഇത് -3 വരെ. എന്നിട്ട് പിന്നെ വി ടി ഗ്രാഫ് വരയ്ക്കുക. ഫൈനലി വി ടി ഗ്രാഫ്. ഇത് വൺ ഓഫ് ദി ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു നീറ്റ് ലെവലൊക്കെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്ലേസ് പ്രോയോ സ്ക്രീനിൽ ഇല്ലല്ലോ. സ്ക്രീൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലെഫ്റ്റ് അടിച്ചാൽ മതി കേട്ടോ. ലെഫ്റ്റ് അടിച്ച് വന്നാൽ മതി സ്ക്രീൻ ആർക്കും പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പം ഇതിനകത്ത് നമ്മൾ 1 2 3 4 5 അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണണം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കാണുക? അപ്പോൾ വണ്ടി ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇതിന്റെ ഏരിയ കാണണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് വി ടി ഗ്രാഫിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്താണ്? വി ടി ഗ്രാഫ് കാണേണ്ടത് ഏരിയ ആണ് കാണേണ്ടത്. വി ടി ഗ്രാഫിന്റെ ഏരിയ ആണ്. ഇതിന്റെ ഏരിയ അല്ല, ഇതിന്റെ ഏരിയ, ഈ ഏരിയ അല്ല, ഇത് എക്സ് ടി ഗ്രാഫാണ്. നമ്മൾ വി ടി ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഏരിയ കാണാം. അതുപോലെ ഇവിടുത്തെ ഏരിയ കാണാം. അപ്പം ഇതിന്റെ ഏരിയ എന്താ വരിക? ഫസ്റ്റ് കേസിൽ ഏരിയ എന്താ വരിക? ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്താണ്? വി ടി ഗ്രാഫിന്റെ ഏരിയ ആണ്.
ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ എന്താ കാണേണ്ടത്? ഈ ഗ്രാഫിന്റെ ഏരിയ അല്ല, വി ടി ഗ്രാഫിന്റെ ഏരിയ. അപ്പോൾ നമ്മൾ വരച്ച വി ടി ഗ്രാഫിന്റെ ഏരിയ ആണ്. അപ്പോൾ വി ടി ഗ്രാഫിന്റെ ഏരിയ ഫസ്റ്റ് കേസിൽ ഒരു റെക്റ്റാങ്കിൾ പോലെയാണ്. അപ്പോൾ നീളം എത്രയാ? 2 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താ ഏരിയ വരിക? ഇവിടെ ഏരിയ വരിക 2 ഇൻറ്റു ഇവിടെ 3 ആണ്, 6 ഏരിയ. ഇനി ഇപ്പുറത്തെ ഏരിയ എന്താ വരിക? ഇപ്പുറത്ത് അതിൻ്റെ വൈയിലെ വാല്യൂ എന്താ വരുന്നത്? -3 ഇൻറ്റു അതിൻ്റെ വാല്യൂ -3 ഇൻറ്റു എന്ത് വരും? ഇവിടെ 4ഉം 5ഉം അല്ലേ, 3 5, അപ്പോൾ 2. ഇവിടെ 3 to 5 ആണ്, അപ്പോൾ ഇവിടെ 2 ആണ് വ്യത്യാസം. 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം ഇവിടെ 2ഉം പിന്നെ ഹൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? -3. അപ്പം -3 ഇൻറ്റു 2, അപ്പം -6 ആണ് വരുന്നത്. അപ്പം ഈ വണ്ടി അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. അതിനർത്ഥം വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് അതേ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് വണ്ടിയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. അപ്പം ഈ കേസിൽ ഫൈനലി വണ്ടി സ്റ്റാർട്ട് ചെയ്തത് 0 എന്നാണ്. വണ്ടിയുടെ പൊസിഷൻ അതേ 0ക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ വണ്ടി എന്ത് ചെയ്യാണ്? തിരിച്ചു വരുന്ന ഒരു വണ്ടിയുടെ ഡയഗ്രമാണ് ഈ XT ഗ്രാഫാണിത്. അപ്പം വണ്ടി ഫൈനലി ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0 ആണ്. കാരണം ഇത് +6 ആണ് ഇതിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ -6 ആണ്. അടിയിലോട്ട് വരുമ്പോൾ -6 ആണ്. ഏരിയ ഇങ്ങനെ വന്നാൽ ഇത് മുകളിലുള്ള ഏരിയ +6ഉം താഴെ -6ഉം ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 0 ആവും. +6ഉം -6ഉം കൂടി ടോട്ടൽ ഏരിയ 0 ആവും. ഇത് മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. ഏരിയയുടെ കേസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കൂ. നിങ്ങൾ ഈ ഗ്രാഫ് സ്ലോപ്പ് മനസ്സിലായോ? ഇത് വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഏതായാലും പറഞ്ഞേ ഉള്ളൂ. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വി ടി ഗ്രാഫ് വരയ്ക്കാൻ മനസ്സിലായെങ്കിൽ തംസപ്പ് അടിക്കൂ. വി ടി ഗ്രാഫ് സ്ലോപ്പ് കണ്ടിട്ട് ആ സ്ലോപ്പിന്റെ വി ടി ഗ്രാഫ് വരയ്ക്കാൻ അതും ചില ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സ്ലോപ്പ് കാണാൻ അറിയുന്നവർ തംസപ്പ് അടിക്കൂ. സ്ലോപ്പ് ഫൈനൽ വൈ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ വി ടി ഗ്രാഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാലേ, ഡിസ്പ്ലേസ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? വി ടി ഗ്രാഫിന്റെ ഏരിയ കൂട്ടുകയാണ്. അപ്പം ഈ വി ടി ഗ്രാഫിന്റെ ഏരിയ എങ്ങനെയാണ്? ഇതൊരു സ്ക്വയർ ആണ്, റെക്റ്റാങ്കിൾ ആണ്. അപ്പം നീളം എത്രയാ? നീളം 1 2 3 ആണ്. അതായത് നീളം എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം ഇൻറ്റു ഇവിടെ വെലോസിറ്റി എത്രയാ? 2. അപ്പം 2 ഇൻറ്റു 3 എന്നാണെന്ന് മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. ഫസ്റ്റ് ഏരിയ 2 ഇൻറ്റു 3 എന്നാണെന്ന് മനസ്സിലായവർ. ഹൈറ്റ് ഇൻറ്റു ലെങ്ത് അത് മനസ്സിലായില്ലേ? ഫസ്റ്റ് കേസിൽ 2 ഇൻറ്റു 3 ആണ്. അതൊരു റെക്റ്റാങ്കിൾ പോലെയല്ലേ? നോക്കൂ നിങ്ങൾ ഇതാ. അപ്പം അതിന്റെ നീളം 2, മുകളിലോട്ട് 2ഉം താഴേക്ക് 3ഉം ആണ്. അപ്പം 3 ഇൻറ്റു 2 അത് മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. പിന്നെ താഴത്തെ രണ്ടാമത്തെ കേസിൽ എന്താ വരിക? രണ്ടാമത്തെ കേസിൽ ആ സ്ക്വയർ റെക്റ്റാങ്കിളിന്റെ ഏരിയ എടുക്കണം. അപ്പം അതിൻ്റെത് എത്രയാ? 3 മുതൽ 5 വരെയാണ്. എന്ന് പറഞ്ഞാൽ 2 ആണ് അവിടെ വരുന്നത്. 5 - 3 വ്യത്യാസം എടുക്കാം. 3 5 എത്രയാ? 2 അല്ലേ? ഇവിടെ 1 ഇതാ, ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ, ഒരു സെക്കൻഡും ഇങ്ങോട്ട് 1 സെക്കൻഡ്, അപ്പോൾ 2. പിന്നെ ഈ നീളം എത്രയാ വരിക? ഈ നീളം ഇവിടെ നമുക്കറിയാം സ്പീഡ് -3 ആണ്. അപ്പോൾ ഈ നീളം -3ക്കുള്ള -3 വരും. അപ്പം -3 ഇൻറ്റു 2 എന്ന് വരും, -6 വരും. അപ്പം ഇവിടെ താഴെ -6 ആണ് വന്നത്. മനസ്സിലായോ? തംസപ്പ് അടിക്കൂ. മനസ്സിലായില്ല? താഴെ -6 ആണെന്ന്. കാരണം അവിടെ -3ഉം ഇൻറ്റു നീളവുമാണ്. ഇതാ എപ്പോഴും ഏരിയ എങ്ങനെ എടുക്കുക? ഇത് എത്രയാ? ഇത് 3 to 5 ആണ്. 3 to 5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 3 - 5ക്കുള്ള വ്യത്യാസം. പിന്നെ ഇവിടെ എത്രയാ? -3 വരെയാണ്. അപ്പം -3 ആണ് 8. അപ്പം -3 ഇൻറ്റു 2 -6 വരും. ഇനി ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ മുകളിൽ +6ഉം താഴെ -6ഉം ആണ്. അതുകൊണ്ട് സൈന് കൊടുത്ത് കൂട്ടുമ്പോൾ ടോട്ടൽ ഏരിയ 0 ആണ്. അതിനർത്ഥം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏരിയ. ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. വസ്തു അതേ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. സ്ഥാനമാറ്റം 0 ആണ്. മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. ഓക്കെ. അപ്പം ഈ ഏരിയ മനസ്സിലായല്ലോ. ഇതിനകത്ത് മനസ്സിലാവാത്ത ഭാഗങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ എഴുതി വെക്കൂ. എഴുതി കഴിഞ്ഞെങ്കിൽ തംസപ്പ് അടിക്കൂ. അപ്പം എഴുതി കഴിഞ്ഞിട്ട് തംസപ്പ് അടിക്കൂ. അപ്പം ഇനി മാത്സിന്റെ ക്ലാസ് എടുക്കണ്ടേ സിനാന്? അപ്പം ഇത് എഴുതി കഴിഞ്ഞാൽ തംസപ്പ് അടിക്കുക കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് നീക്കുകയാണ്. ഓക്കെ. ആരും എഴുതാത്തില്ലല്ലോ. ഇനി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, റിവിഷനിൽ പറയുന്നതാണ്.
ഇത് നമ്മൾ പറഞ്ഞിരുന്നു, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, അവസാനത്തേക്ക് മാറ്റി വെച്ചെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണ്, ഇത് 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 നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണ്. ഇതും പറഞ്ഞതാണ്, 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 ഇതും ഡിസ്കസ് ചെയ്താണ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്, ഇതും പറഞ്ഞതാണ്, ഇതും പറഞ്ഞതാണ്, ഇതും പറഞ്ഞതാണ്, ഇതും പറഞ്ഞതാണ്, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇതും പറഞ്ഞതാണ്, ഇതും പറഞ്ഞതാണ്, ഇതും പറഞ്ഞതാണ്, ഇതും ഡിസ്കസ് ചെയ്തതാണ്, ഇതും ഡിസ്കസ് ചെയ്തതാണ്, ഇത് ഡിസ്കസ് ചെയ്തതല്ലേ. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഇതുണ്ട്, റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുന്നു. മോഡലിന് വന്നത് ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് റിട്ടാർഡേഷൻ. പിന്നെ അതെല്ലാം ചെയ്തതാണ്. ഇതൊക്കെ കണ്ടത് ചെയ്തതാണ്. ഓക്കെ, ഇത് ചെയ്തതാണ്, ഇതൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, വാട്ട് ഈസ് റിട്ടാർഡേഷൻ. വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് decreasing, then change in velocity is negative, then change in velocity is negative, then change in velocity is negative. ഒരു വസ്തുവിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് എടുക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് വരിക. The rate of change of this rate of change of velocity is called retardation. This rate of change of this ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്, എന്നാൽ ഞാൻ ഇവിടെ എഴുതാം. If the velocity of the body is decreasing, then it's negative. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുക, if the velocity of a body is, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആട്ടോ, വാട്ട് ഈസ് റിട്ടാർഡേഷൻ അതിൻ്റെ മാത്രം. If the velocity of a body is decreasing, if the velocity of a body is decreasing, then change in velocity, then change in velocity is negative, change in velocity is negative. This change in velocity, this rate of change of velocity is called retardation. This rate of change of velocity is called retardation. This rate of change of velocity is called retardation. അപ്പം ഒരു വസ്തുവിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് എടുത്താൽ നെഗറ്റീവാണ് വരിക. അപ്പം ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയെ, ഈ ചേഞ്ച് എത്ര സമയത്തിനുള്ളിലാണ് ഈ ചേഞ്ച് നടക്കുന്നത്, അങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിനെ റിട്ടാർഡേഷൻ എന്നാണ് വിളിക്കുക. ദിസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കാൾഡ് റിട്ടാർഡേഷൻ. അപ്പോൾ ഒരു വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കുക, വണ്ടി 3 മീറ്റർ പെർ സെക്കൻഡിൽ പോയി, പിന്നെ 2 മീറ്റർ പെർ സെക്കൻഡ് ആവുകയാണ്. അപ്പോൾ ആ ചേഞ്ച് നോക്കിയാൽ ചേഞ്ച് നെഗറ്റീവാണ് വരിക. ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് എപ്പോഴും ചേഞ്ച്. അപ്പോൾ ഫൈനലി 2 മീറ്റർ ആയിട്ടുണ്ട്, തുടക്കത്തിൽ 3 മീറ്റർ ആയിരുന്നു. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക. അപ്പോൾ കണ്ടോ ചേഞ്ച് നെഗറ്റീവായത്. ഒരു വസ്തുവിൻ്റെ സ്പീഡ് കുറയുകയാണെങ്കിൽ ആ ചേഞ്ച് എന്താ വരിക, നെഗറ്റീവാണ്. ആ ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും ചേഞ്ച് വന്നതെങ്കിൽ ആ ചേഞ്ചിന് എന്ത് ചെയ്യുക, ടൈം, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ അതിനെ റിട്ടാർഡേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് 1 സെക്കൻഡ് കൊണ്ട് ഇത്രയും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അതാണ് അതിൻ്റെ ആക്സിലറേഷൻ. അപ്പോൾ റിട്ടാർഡേഷൻ ആണ്. വണ്ടി സ്പീഡ് കുറഞ്ഞു വരികയാണെങ്കിൽ അതിലെ എത്ര സ്പീഡ് കുറഞ്ഞു ബൈ എത്ര സമയമെടുത്തു, അതിനെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയുക. ഒരു വണ്ടി 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോവുമായിരുന്നു. 1 സെക്കൻഡിൽ 3 മീറ്റർ എന്നുള്ള രീതിയിൽ കവർ ചെയ്ത് അത്രയും സ്പീഡിലായിരുന്നു പോയിരുന്നത്. പിന്നെ സ്പീഡ് മാറി, 1 സെക്കൻഡിൽ 2 മീറ്ററേ കവർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ആ സ്പീഡിൽ വന്ന ചേഞ്ച് എത്രയാ, 1 മീറ്റർ പെർ സെക്കൻഡാണ് വ്യത്യാസം. വണ്ടി 1 മീറ്റർ കവർ ചെയ്യുന്നത് കുറഞ്ഞു. ആദ്യം വണ്ടി 1 സെക്കൻഡിൽ 3 മീറ്റർ കവർ ചെയ്തിരുന്നു, പിന്നെ വണ്ടി 1 സെക്കൻഡിൽ 2 മീറ്ററേ കവർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സ്പീഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ 1 മീറ്ററിലെ കുറവോടെ വന്നിട്ടുണ്ട്. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷൻ അവിടെ ആ ചേഞ്ച് കാണുക, വെലോസിറ്റിയിൽ വന്ന മാറ്റം 2 - 3. അപ്പോൾ മൈനസ് ആണ് വരിക. അതിനെ ആ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി
-1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം ഇത് മനസ്സിലായവർ, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക, ഒരു വണ്ടിയുടെ സ്പീഡ് കുറയുകയാണെങ്കിൽ അതിലെ ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. കണ്ടോ, -1 മീറ്റർ പെർ സെക്കൻഡ്. ആ ചേഞ്ചിന്റെ റേറ്റ്, അതായത് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ റേറ്റ് എന്നാണ് വിളിക്കുക. ആ ചേഞ്ചിന്റെ റേറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് റിട്ടാർഡേഷൻ ആയിരിക്കും. മനസ്സിലായവർ തംസപ്പ് അടിക്കൂ. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കൂ. ഒരു വസ്തുവിന്റെ വേഗത കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു വസ്തുവിന്റെ വേഗത കുറഞ്ഞു വരികയാണ്. അപ്പൊ ആദ്യം അത് ഒരു സെക്കൻഡിൽ എത്ര കവർ ചെയ്തിരുന്നു? ഒരു സെക്കൻഡിൽ 3 മീറ്റർ കവർ ചെയ്തിരുന്നു. പിന്നെ അടുത്ത സെക്കൻഡിൽ അത് എത്ര കവർ ചെയ്യുന്നുള്ളൂ? 2 മീറ്റർ കവർ ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വേഗത കുറഞ്ഞു. ഫസ്റ്റ് സെക്കൻഡിൽ 3 മീറ്റർ, പിന്നെ 2 മീറ്റർ. അപ്പൊ ഫസ്റ്റ് സെക്കൻഡിൽ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത. ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരമാണ് വേഗത. അപ്പൊ പിന്നെ അതെന്തായി? 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ ചേഞ്ച് കാണൽ എങ്ങനെയാ? ഫൈനലി അതിന്റെ വേഗത എത്രയാ? 2. തുടക്കത്തിൽ വേഗത എത്രയാ? 3. അപ്പൊ ചേഞ്ച് എന്താ? 2 ന്ന് 3 കുറച്ചാൽ -1. അപ്പൊ ചേഞ്ച് എന്താണ്? നെഗറ്റീവ്. ഒരു വണ്ടിയുടെ വേഗത കുറയുകയാണെങ്കിൽ ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. ഈ ചേഞ്ചിനെ അതിന്റെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ചേഞ്ച് -1 ആണ്. അതിനിപ്പം എത്ര സമയം കൊണ്ടാണ് ഈ ചേഞ്ച് വന്നത് നോക്കുക. വണ്ടി 3 മീറ്റർ പെർ സെക്കൻഡിൽ പോയിരുന്നു. എത്ര സെക്കൻഡ് കൊണ്ടാണ്? അടുത്ത സെക്കൻഡിലാണ് 2 മീറ്റർ, അടുത്ത ഒരു സെക്കൻഡ് കൊണ്ടാണ് ആയതെങ്കിൽ ആ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുക. ഇത് ചേഞ്ച് ആണ്. ഫസ്റ്റത്തത് എന്താണ്? ഈ മാറ്റമാണ്. ആ മാറ്റത്തിന് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കിട്ടും. എത്ര സമയത്തിനുള്ളിലാണ് ആ ചേഞ്ച് ആവുന്നത് എന്നുള്ള റേറ്റ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നെഗറ്റീവ്, അതിനെയാണ് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കിട്ടും. അത് മനസ്സിലായെങ്കിൽ തംസപ്പ് പഠിക്കൂ. വെലോസിറ്റിയിൽ വന്ന മാറ്റത്തെ ആ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കിട്ടും. അതിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതിനെ റിട്ടാർഡേഷൻ എന്നാണ് വിളിക്കുക. വണ്ടി വേഗത കൂടുകയാണെങ്കിൽ ആ ചേഞ്ച് എത്ര സമയത്തുള്ളത്? ആക്സിലറേഷൻ ആണ്. വണ്ടിയുടെ വേഗത കുറയുകയാണെങ്കിൽ ആ ചേഞ്ച് എത്ര സമയം കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടാർഡേഷൻ ആണ്. അപ്പൊ റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റിയിൽ വന്ന മാറ്റത്തിന്റെ നെഗറ്റീവ്. ഓക്കെ ആണെങ്കിൽ തംസപ്പ് പഠിക്കൂ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യനുകളാണ് അതിനകത്തുള്ളത്. ഇനി അടുത്ത ക്ലാസ് നമ്മളൊരു കംപ്ലീറ്റ് റിവിഷൻ ആണ്. അപ്പം എന്നിട്ട് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിനിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ എന്താണ്? റിവിഷൻ ആണ്. അപ്പം അതിന് വേണ്ടി കംപ്ലീറ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കിട്ടേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എക്സാം കൂടിയാണ്.